ജി സുധാകരന്റെ പ്രസ്താവനയിലൂടെ ഇന്ത്യ മുന്നണി ഇവിഎമ്മിനെ എതിർക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായതായി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. തപാൽ വോട്ടുകൾ തിരുത്തി ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരന്റെ പ്രസ്താവന ഗൗരവതരമാണ്. ബാലറ്റ് പേപ്പറിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെയുള്ള കൃത്രിമങ്ങൾ കാണിച്ചും കള്ളവോട്ട് ചെയ്തുമാണ് സിപിഎം ജയിച്ചതെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഗോകുൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഗോകുൽ, വളരെ ഗൗരവമുള്ളൊരു പ്രസ്താവനയായിരുന്നു ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് നടത്തിയത്. ആ പ്രസ്താവനയ്ക്ക് ശേഷവും തനിക്ക് പേടിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹവും ജനാധിപത്യത്തെ, സിപിഎമ്മിനെ പോലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനും ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ കേൽക്കറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നാളിതുവരെയായിട്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഈ വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ എല്ലാ കാലത്തും സിപിഎം എതിർത്ത് വന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. ഓരോ കാലത്തും സാങ്കേതികമായി മികവുണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാവും. തിരഞ്ഞെടുപ്പ് മേഖലയിലും അത് ഉണ്ടായി. അങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൊക്കെ നമ്മൾ എത്തിയത്. പക്ഷേ അങ്ങനെ എത്തുന്ന സമയത്തായാലും സിപിഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അതിനെ എതിർക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്ന് ഇന്ന് വ്യക്തമായി എന്നാണ് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നത്. അതായത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഈ പോളിംഗ് സ്റ്റേഷനുകൾ കീഴടക്കുക, ഒരാളുടെ വോട്ട് അവരെ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറ്റാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ആദ്യമായിട്ടാണ്, അതായത് പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തി എന്ന് പറയുന്ന ആരോപണം ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം മുതിർന്ന നേതാവ് തന്നെ പറയുമ്പോൾ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അവർ വളരെ ആസൂത്രിതമായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ എതിർക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നടത്താൻ സാധിക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ ഇവിഎമ്മിനെ എതിർക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയായിട്ട് പറയുന്നത്. സിപിഎം മാത്രമല്ല, കോൺഗ്രസും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഒട്ടാകെ ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് ബിജെപി വലിയ രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുന്നു. അങ്ങനെ കരസ്ഥമാക്കുമ്പോൾ പോലും ആ വിജയത്തെ ഉൾക്കൊള്ളാനാവാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ അതിൻ്റെ തട്ടിപ്പാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നൊക്കെ നടത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ കൃത്രിമം ചെയ്യാനുള്ള അവസരം അവർക്ക് നഷ്ടമാവുന്ന രീതിയിലേക്ക് ഈ ആധുനിക അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയൊക്കെ എത്തിപ്പോയി എന്നുള്ളതാണ്. അതിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സിപിഎമ്മിൻ്റെ ഒരു അസഹിഷ്ണുതയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് പിന്നിലെ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. സിപിഎമ്മിനോടൊപ്പം കോൺഗ്രസും ഇത്തരത്തിൽ ഈ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടണം. സിപിഎമ്മിൻ്റെ ജനാധിപത്യ വിരുദ്ധ ബോധമാണ് ഇതിൻ്റെ കാരണമെന്നൊക്കെ കെ സുരേന്ദ്രൻ പ്രസ്താവിക്കുന്നു. എന്തായാലും ഈ സുധാകരൻ്റെ ഈ തുറന്നു പറച്ചിലിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തായാലും വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ബോധമില്ലാത്തൊരു രാഷ്ട്രീയ കക്ഷിയാണ് സിപിഎം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഏതറ്റം വരെയും പോകും സിപിഎം എന്നാണ് ഇത്തരത്തിലുള്ള സുധാകരന്റെ തുറന്നു പറച്ചിലിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുന്നത്. അതിന് ഒരു വിമർശനം എന്നുള്ള രീതിയിലാണ് കെ സുരേന്ദ്രന്റെ പ്രസ്താവന. അനിൽ നമ്പ്യാർ.